അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പപ്പടം, മുട്ട, സവോള, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയ സവോള എടുത്തേക്കുന്നത്. പപ്പടം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ സവോള അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ 2 മുട്ട. നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പാൻ അടപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ആദ്യം പപ്പടം വറുത്ത് മാറ്റി വെക്കുവാണ്. അപ്പോൾ പപ്പടം നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമുക്ക് പപ്പടം വറുത്ത് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ കുറവായിരുന്നു. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുത്തു. സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്കിനി മുട്ട പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. മുട്ട ഒഴിച്ചു കൊടുത്തു. തീ ഞാൻ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ തീ ഇച്ചിരി കൂടെ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അതൊരു പാകത്തിന് കിട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കും. കട്ടിയായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി നല്ല ഒട്ടും കട്ടയില്ലാതാക്കി എടുക്കണം. ഉണ്ടോ ഇപ്പോൾ നന്നായിട്ടത് കട്ടയൊക്കെ ഉടഞ്ഞ്. അപ്പോൾ ആദ്യം തൊട്ടേ ഇളക്കി കൊടുത്താലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് തേങ്ങയും ശകലം ലേശം മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കോണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറവില്ലെങ്കിൽ അത് കറക്റ്റ് പാകത്തിന് അത് മതി. നമ്മളതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന പപ്പടവും കൂടി ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റുള്ളൊരു തോരനാകട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി കൊടുത്താൽ നമ്മുടെ തോരൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു തോരനാണ്. സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.